إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أيها الإخوان والأخوات أوصيكم وإياي بتقوى الله. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരികളെ, അല്ലാഹുവിനെ ഓർത്ത് അവൻ്റെ കൽപ്പനക നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടാൻ എല്ലാവരും ശ്രദ്ധിക്കണേ, പരിശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് എല്ലാവരോടുമായി ഉണർത്തുകയാണ്. അല്ലാഹു രഹസ്യ പരസ്യ ജീവിതത്തിൽ അവന് ഭയപ്പെട്ടുകൊണ്ട് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായ ആളുകൾ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് നൽകിയിട്ടുള്ള ഒരു സഹോദരിയുടെ രോഗശമനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു ആ മഹദിയുടെ ആ സഹോദരിയുടെ രോഗത്തിന് പരിപൂർണമായ ശിഫയും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലൂടെ ഉദ്ദേശിച്ചത് അത് ഏറ്റവും നല്ല രീതിയിലാക്കുവാനും നല്ല ആഖിബത്തോടു കൂടിയുള്ള പര്യാവസാനം അവർക്കും നമുക്കുമെല്ലാം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധമായ കലിമ ഉച്ചരിച്ചുകൊണ്ടുള്ള മരണം നമുക്കെല്ലാവർക്കും അല്ലാഹു അവൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ട് അവൻ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാനിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് നമുക്കൊരു വെള്ളിയാഴ്ച കൂടെ കിട്ടുമെന്നുള്ളതാണ്. അല്ലാഹു പരിശുദ്ധ റമദാനിൽ ജീവിക്കാനും ഇബാദത്തുകളിൽ മുഴുകി അവൻ്റെ പാപമോചനവും സ്വർഗവും ലഭിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാന് എന്തിന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നതിനുള്ള ഉത്തരം ഞാൻ ഓതി വച്ച വചനത്തിലൂടെ അല്ലാഹു പറയുന്നുണ്ട്. ആയത്ത് ഞാൻ ദീർഘമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ, കുതിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പുള്ളവരായ ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടി. ഇതാണ് സൂറത്ത് ബഖറയിലെ
183-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറഞ്ഞു തരുന്നു. തഖ്വ ഓരോ ദിവസവും പിന്നിടും തോറും, ഓരോ സെക്കൻഡുകൾ നമ്മോട് വിട പറയുമ്പോഴും, ഓരോ നിമിഷങ്ങളിലും തഖ്വക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ചുറ്റുപാടുകളിൽ നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാന് വരുമ്പോൾ തഖ്വ കൈവരിക്കുവാനുള്ള ഒരു അവസരം നമ്മുടെ മുമ്പിൽ വരികയാണല്ലോ എന്നതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഏറെ സന്തോഷം ഉണ്ടാവേണ്ടതുണ്ട്. അതിന് നമ്മൾ കാത്തിരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നല്ല നീയത്തോടു കൂടി, നല്ല നല്ല തീരുമാനങ്ങളോടുകൂടി നമുക്കതിനെ വരവേൽക്കുവാൻ നമുക്ക് കഴിയണം. സഹോദരങ്ങളെ, തഖ്വ കൊണ്ടുള്ള വസിയത്ത് എന്നുള്ളത് അല്ലാഹു മുഴുവൻ ആളുകളെയും, പൂർവികരായ ആളുകളെയും ഇനി വരാനിരിക്കുന്നവരായ ആളുകളെയും അല്ലാഹു വസിയത്ത് നൽകിയതാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് നിസായിലെ 131-ാമത്തെ ആയത്തിലൂടെ അത് പറയുന്നുണ്ട്. വലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വലഖദ് വസ്സൈന അല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വഇയ്യാകും അനിത്തഖുല്ലാഹ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അല്ലാഹുവിനുള്ളതാണ്. നാം വസിയത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. വേദഗ്രന്ഥം നൽകപ്പെട്ടവരായ ആളുകൾക്കൊക്കെ നാം എന്ത് ചെയ്തിട്ടുണ്ട്? വസിയത്ത് നൽകിയിട്ടുണ്ട്. എന്താണത്? മാത്രമല്ല വഇയ്യാകും, ഇത് ഓതിക്കൊണ്ടിരിക്കുന്ന നമ്മൾ, പരിശുദ്ധ ഖുർആനിലെ വചനാണിത്. നമ്മളിങ്ങനെ ഓതുമ്പോൾ അല്ലാഹു പറയാണ്, കഴിഞ്ഞുപോയ വേദഗ്രന്ഥം ലഭിച്ചവരായ ആളുകൾ ആരൊക്കെ ഉണ്ടോ? അമ്പിയാക്കന്മാരിലൂടെ വന്നു, ചില ആളുകൾക്ക് വേദഗ്രന്ഥം ലഭിച്ചു, വേദഗ്രന്ഥം ലഭിക്കാത്തവരായിട്ടുള്ള ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാ ആളുകളെയും അതിൽ പ്രത്യേകമായി എടുത്തു ഉദ്ധരിക്കുകയാണ്. വേദഗ്രന്ഥം ലഭിക്കപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്കൊക്കെ നാം വസീയത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ പറയാ വയ്യാക്കും, നിങ്ങൾക്കും എന്താണ്? അനിത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക എന്ന്. മാത്രമല്ല നബിമാരെ വിളിച്ചുകൊണ്ട് പ്രത്യേകം പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയ്യു യാ അയ്യുഹൻ നബിയ്യു തഖില്ലാഹ്. നബിയെ വിളിച്ചുകൊണ്ടാ പറയുന്നത് സൂറത്ത് അഹ്സാബിൽ. അല്ലയോ നബിയെ, പ്രവാചകരെ, താങ്കൾ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊള്ളൂ. നബിയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് എത്രമാത്രം പ്രസക്തമായിരിക്കും ആ വചനം എന്നുള്ളതിനെ പറ്റി ആലോചിക്കാം. മാത്രമല്ല മുഅ്മിനീങ്ങളെ, നമ്മൾ തഖ്വ കൊണ്ടുള്ള വസീയത്തുകൾ ഓതിക്കൊണ്ടാണ് ഓരോ ജുമുഅയും നമ്മൾ എന്ത് ചെയ്യുന്നത്? തുടങ്ങുന്നത്. ഇന്ന് നമ്മൾ ഓതി സൂറത്ത് അഹ്സാബിലെ 70-ാമത്തെ ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. അല്ലാഹു നിരന്തരമായി തഖ്വ കൊണ്ട് വസിയത്ത് നൽകിക്കൊണ്ടേയിരിക്കുന്നു. യാ അയ്യുഹന്നാസ്, മനുഷ്യരേ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ചോളി. അപ്പൊ എല്ലാ മതവിഭാഗക്കാരായിട്ടുള്ള ആളുകളെയും വിളിച്ചുകൊണ്ട് അല്ലാഹു അത് പറയും. ഇപ്പൊ എന്താണ് സഹോദരങ്ങളെ തഖ്വ? നിസ്കാരാണോ? നോമ്പാണോ? നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണോ? പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയിട്ടുണ്ട്. മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാൻ, അൽ ഖൗഫു മിനൽ ജലീൽ വൽ അമൽ ബിത്തൻസീൽ വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ വൽ റിളാ മിനദ് ദുനിയാ ബിൽ ഖലീൽ. മഹാനായിട്ടുള്ള അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നൽകിയതാണ് അൽ ഖൗഫ് മിനൽ ജലീൽ. ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുമുള്ള ഭയമാണ്. വൽ അമൽ ബിത്തൻസീൽ, അല്ലാഹുവിനെ ഭയപ്പെടുന്നതോടൊപ്പം തന്നെ നമ്മിലേക്ക് ഇറക്കിയിട്ടുള്ള ഗ്രന്ഥം ഉണ്ടല്ലോ, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ആ പരിശുദ്ധ ഖുർആൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള അമലാണത്. വൽ ഇസ്തിഅദാദു ലിയൗമിർ റഹീൽ, ദീർഘമായ ഒരു യാത്ര നമുക്ക് വരാനുണ്ട്. ആ യാത്ര ചെന്ന് അവസാനിക്കുന്നത് ഒന്നുകിൽ സ്വർഗമാണ്. അല്ലാഹു ആ സ്വർഗം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ല എങ്കിൽ അഗാധമായ നരകമാണ്. ആ നരകത്തിൽ നിന്നും അല്ലാഹു നമുക്ക് മോചനം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ ദീർഘമായ യാത്രക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണത്. ദുനിയാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ എത്ര ചെറുതാണെങ്കിലും ആ കിട്ടിയത് കൊണ്ട് സന്തോഷമടയുക, സംതൃപ്തി അടയുക എന്നുള്ളതാണ് തഖ്വ എന്നുള്ളത്. നമുക്കുണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ അല്ലേ? അല്ലാഹുവിനെ പറ്റിയിട്ടുള്ള ഭയം, ഖുർആൻ ഉപയോഗിച്ചുകൊണ്ടുള്ള അമല്, അതുപോലെ തന്നെ പരലോകത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കം, അതുപോലെ തന്നെ അല്ലാഹു നൽകിയതിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അൻ യുതാ അല്ലാഹ ഫലാ യഅസി. എന്താണത്? അല്ലാഹു സുബ്ഹാനഹു വ തആല, അൻ യുതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ അനുസരിക്കുക എന്നുള്ളതാണ്.
മാത്രമല്ല ഫലാ യുഅ്സാ, അവനെന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥ. വയദ്കുർ, അള്ളാഹുവിനെ ഓർക്കുക. ഫലാ യൻസ, അള്ളാഹുവിനെ മറക്കാതിരിക്കുക. വയഷ്കുർ, അള്ളാഹുവിന് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക. ഇതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒക്കെ ഓരോ വിഷയങ്ങളെ പ്രത്യേകമായി എടുത്തുകൊണ്ട് അവർ അതിനൊരു നിർവചനം നൽകുന്നു എന്ന് മാത്രമല്ല അൻത അബ്ദുല്ലാഹ അലാ നൂരിൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ആ ഒരു പ്രകാശത്തിൽ നിന്ന് നീ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുക. പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത് പോലെയുള്ള ഒരു ഇബാദത്ത്. മാത്രമല്ല തർജൂ സവാബല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യാം. അള്ളാഹുവിനെ ധിക്കരിക്കുക എന്നുള്ള കാര്യം ഉപേക്ഷിക്കുക. മാത്രമല്ല അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യാം. ഇതൊക്കെയാണ് തഖ്വ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാൻ ഇനിയും ഒരുപാട് നിർവചനങ്ങൾ നമുക്കതിനെ കാണുവാൻ കഴിയും, അതിലേക്കൊന്നും പോകുന്നില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നൊരു ഹദീസ്. ആ ഹദീസ് നമുക്ക് നൽകുന്നൊരു പാഠം എന്താണെന്നറിയോ? തഖ്വ എന്നുള്ളത് ഒരു മുഅ്മിനിന് എല്ലാ കാലഘട്ടത്തിലും ഏതൊരു സ്ഥലത്ത് വെച്ചും ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത് ഒരു മുഅ്മിനിന്റെ മേൽ നിർബന്ധമാണ്. ഏത് സ്ഥലത്താണെങ്കിലും, ഏത് സമയത്താണെങ്കിലും, ഏത് അവസ്ഥയിലാണെങ്കിലും. സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധിയാണ്. ഒന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യും? ഒന്നൊപ്പിട്ടെടുത്താൽ ബാങ്കിൽ നിന്ന് നമ്മുടെ പ്രശ്നപരിഹാരത്തിനുള്ള ഒരു കാര്യം കിട്ടും. അതൊരവസ്ഥയാണ്. പക്ഷേ വല്ലാത്തൊരു അവസ്ഥയാണത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിലും വേണ്ട, ഞാൻ വാടക വീട്ടിൽ തന്നെ കഴിഞ്ഞുകൊള്ളാം, ആ രൂപത്തിലൂടെയുള്ള ഒരു നിലപാടെടുക്കുക. ഇതാണ് ഏതൊരു അവസ്ഥയിലും അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളത്. ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക്, ഈ അവസ്ഥകളിലെല്ലാം തഖ്വ നിർബന്ധമാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത, നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ നീ സൂക്ഷിച്ചു കൊള്ളുക. എവിടെയാണെങ്കിലും നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ. വഅത്ബിഇൽ ഹസന അസ്സയ്യിഅ, നീ നന്മയെ തുടർത്തുക. അസ്സയ്യിഅ എന്ന് പറഞ്ഞാൽ തിന്മയെ. ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പൊ തന്നെ നമ്മുടെ പഠിച്ചോൻ, എൻ്റെ അവസ്ഥ എന്തപ്പം ഞാൻ ചെയ്ത്, എന്തപ്പം ഞാൻ ഈ പറഞ്ഞ്, എവിടേക്കപ്പം ഞാൻ ഈ നോക്കിയത്, ഇങ്ങനെ ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെയുള്ള തിന്മകൾ നമ്മുടെ മനസ്സിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഉടനെ തന്നെ എന്ത് ചെയ്യുക? നന്മ തുടർത്തുക. എന്താ ആ ഒരു അവസ്ഥയിൽ പറയാൻ പറ്റുന്ന ആദ്യത്തെ വാക്കെന്താ? ഒരു തിന്മയെ പറ്റി ആലോചിക്കുമ്പോൾ അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അതൊരു വാക്കാണ്. വീണ്ടും നമുക്ക് പറയും സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇങ്ങനെയുള്ള നന്മകൾ കൊണ്ട് എന്ത് ചെയ്യുക? തിന്മകളെ കുറിച്ച് ഓർക്കുമ്പോൾ, തിന്മകൾ ജീവിതത്തിൽ വന്നാൽ അതിനെ നന്മകൾ കൊണ്ട് തുടർത്തുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. വഖാലിഖിൻ നാസ ബിഖുലിഖിൻ ഹുസ്നി, നല്ല സ്വഭാവത്തോടു കൂടി ആളുകളോട് പെരുമാറുകയും ചെയ്യും. ജീവിതത്തിൽ തിന്മകൾ വന്നു, അതിനെ മറികടക്കാൻ നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. ആളുകളോടുള്ള പെരുമാറ്റങ്ങൾ നല്ലൊരു സ്വഭാവത്തോടു കൂടി പെരുമാറുവാനും വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്. മാത്രമല്ല ഒരു അടിമയുടെ ഏറ്റവും നല്ല സാദ് എന്ന് പറയുന്നത്, നല്ല ഒരു ഭക്ഷണം എന്ന് പറയുന്നത്, അഥവാ യാത്രാ വിഭവം എന്ന് പറയുന്നത് അത് ഏതാണ്? യാത്രാ വിഭവങ്ങൾ നിങ്ങൾ ഒരുമിച്ച് കൂട്ടിക്കോളൂ. ഏറ്റവും നല്ല യാത്രാ വിഭവം എന്ന് പറയുന്നത് അത് തഖ്വയാണ് എന്ന് സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ. ആളുകൾ ഹജ്ജിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എവിടെയെങ്കിലും അപേക്ഷ കിട്ടാൻ വേണ്ടി. ഇനിയും ഹജ്ജിന് വേണ്ടിയിട്ട് സാമ്പത്തികമായും ശാരീരികമായും അതുപോലെ തന്നെ യാത്രാ മുന്നൊരുക്കങ്ങളും എത്തിയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ, അതിനെപ്പറ്റി ആലോചിച്ചിട്ടില്ല എങ്കിൽ അത് ഗൗരവകരമാണ്. അവർ കുഫ്റിലായി മരിക്കുന്നതിന് അവർ ഭയപ്പെടേണ്ടതുണ്ട്. യാദൃശികമായി സാന്ദർഭികമായി ഞാൻ ആ കാര്യത്തെ സൂചിപ്പിച്ചു എന്ന് മാത്രം. പറഞ്ഞു വരുന്നത് ഏറ്റവും വലിയൊരു യാത്ര, മക്കയിലേക്ക് എത്താനുള്ള യാത്രയെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു ഇടയിൽ പറഞ്ഞതാണ് എന്ത്? ഏറ്റവും നല്ല യാത്രാ വിഭവം എന്ന് പറയുന്നത് അത് തഖ്വയാണ് കേട്ടോ എന്നല്ലാഹു ഉണർത്തുകയാണ്. നമ്മുടെ യാത്ര മലക്കുൽ മൗത്ത് വന്ന് ഖബറിൽ കുറേ കാലം, അതിന് കഴിഞ്ഞ് മഹ്ശറ, അത് കഴിഞ്ഞ് സിറാത്ത് തുടങ്ങിയിട്ടുള്ള ഒരുപാട് യാത്ര. അവസാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർഗമോ നരകമോ, അതിലേക്ക് നമ്മൾ എത്തുന്നത്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിനെ തൗഫീഖിനെ പ്രദാനം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. എങ്കിൽ സഹോദരങ്ങളെ, അവിടങ്ങളിലെല്ലാം നമുക്ക് ഒരു വിഭവമായി മാറുന്നത് തഖ്വയാണ് എന്ന് പരിശുദ്ധ ഖുർആന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എങ്കിൽ ഈ തഖ്വയിലൂടെ ലഭിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഒരു 10-13ഓളം കാര്യങ്ങളുണ്ട്. ഒന്ന് വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകുവാനാണ് ഉദ്ദേശിക്കുന്നത്. തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ഹിദായത്ത് ലഭിക്കും. അപ്പൊ എന്താ തഖ്വ? ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലുത്, അല്ലേ? ഏറ്റവും വലുത് നാളെ പരലോകത്ത് നമ്മെ ഒരുമിച്ച് കൂട്ടുന്ന വേളയിൽ
നാനാ തരത്തിലുള്ള ആളുകൾ, മതക്കാരായ ആളുകൾ, ഇസ്ലാമിൽ തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായക്കാരായ ആളുകൾ. അതിൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരു വിഭാഗമാണ് സ്വർഗത്തിലേക്ക് എന്നാ പറഞ്ഞത്, ബാക്കി എല്ലാം നരകത്തിലേക്കാണ് എന്ന് പറയുമ്പോൾ ആ സ്വർഗത്തിലേക്ക് എത്തേണ്ടതായിട്ടുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുക എന്ന് പറയുന്നത്, ആ ഹിദായത്ത് ആർക്കേ ലഭിക്കുള്ളൂ? തഖ്വയുള്ളവരായ ആളുകൾക്കേ ലഭിക്കുള്ളൂ. ഒരു ഉദാഹരണം നമുക്ക് പറയാം. നമുക്കറിയാം, അബൂ ത്വാലിബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കെഞ്ചി പറയാൻ, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിന്റെ അടുക്കൽ എനിക്ക് എന്ത് ചെയ്യാം, വാദിക്കാമല്ലോ, ഒന്ന് പറയെന്ന് മരണാസനായി കിടക്കുന്ന അബൂ ത്വാലിബിനോട് പറയുമ്പോൾ എന്താ പറഞ്ഞേ? ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ എന്ത് ചെയ്യാം, ഉത്തുബത്തും ഷൈബത്തും അതുപോലെ തന്നെ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ, അവരൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ മനസ്സിക്ക് എന്താ, അവരിങ്ങനെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ തള്ളിപ്പറഞ്ഞു എന്ന് പറയാൻ കാരണമാകൂലേ എന്ന ചിന്തയോടുകൂടിയുള്ള നോട്ടങ്ങളും കാര്യങ്ങളും ഏറ്റപ്പോൾ എന്താ, ഞാൻ മരിക്കുന്നത് എൻ്റെ പൂർവികരായിട്ടുള്ള ആൾ എന്ന് പറഞ്ഞാൽ ശിർക്കിലായിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം മരിച്ചു പോയിട്ടുള്ളത്. എന്തേ കാരണം? എത്രമാത്രം നമുക്ക് തന്നെ അബൂ ത്വാലിബിന്റെ ചരിത്രം കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നാറുണ്ടല്ലേ. നബി അത്രമാത്രം സംരക്ഷിച്ചിട്ടുള്ള വ്യക്തിയാണ് അബൂ ത്വാലിബ് എങ്കിൽ ഹിദായത്ത് കിട്ടിയില്ല. എന്തേ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അത്തഖ്വ ഹാഹുന. തഖ്വ എന്ന് പറഞ്ഞ ഇവിടെ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറയാൻ, എൻ്റെ ഹൃദയത്തിലാണ് തഖ്വയുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടായിരുന്നില്ല. തന്നെപ്പറ്റി റബ്ബെന്ത് വിചാരിക്കുമെന്നതിന് പകരം തന്നെപ്പറ്റി നാട്ടുകാരെന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയായിരുന്നു. മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിനും അബൂ ജഹലിനും വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുകയാണ്, ഇവരിൽ രണ്ടിലൊരാളെ കൊണ്ട് ദീനിനെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. എന്താ പറഞ്ഞേ? ഈ രണ്ടിലൊരാൾക്ക് ഹിദായത്ത് കൊടുക്കണേ എന്നാണ് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന ആർക്കാ ലഭിച്ചത്? അബൂ ജഹലിന് ലഭിച്ചില്ല, മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന് ലഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിപ്പുറപ്പെട്ടിട്ട് അത്രമാത്രം ശത്രുത വെച്ച് പുലർത്തിയിരുന്ന മഹാനായിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ എന്തുണ്ടായിന്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ പ്രവർത്തിക്കുമ്പോഴും ഈ നാട്ടിൽ സമാധാനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നാട്ടിൽ സമാധാനം വരണം. നല്ല ഒരു ചിന്തയായിരുന്നു, നല്ല ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു. അതുകൊണ്ടാണ് നബിയോട് ശത്രുത വെച്ച് പുലർത്തിയത്. എന്നാൽ അബൂജഹൽ ആരായിരുന്നു അറിയോ? അബൂജഹലിനോട് ഭൃത്യന്മാര് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കറിയില്ലേ മുഹമ്മദ് വന്നത് സത്യമാണ് എന്ന് നിങ്ങൾക്കറിയില്ലേ? അല്ലമീൻ എന്ന് പറയുന്ന മുഹമ്മദ് ഇപ്പറയുന്നത് കളവാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ അംഗീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, മുഹമ്മദിനെ ഞാൻ അംഗീകരിച്ചാൽ അവൻ പറയുന്നത് സത്യമാണ് എന്ന് ഞാൻ പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അവന്റെ ഗോത്രം നമ്മുടെ ഗോത്രങ്ങളെയൊക്കെ നമ്മുടെ കുടുംബത്തെക്കാളും എന്ത് ചെയ്യും, ഉയർച്ചയിലേക്ക് എത്തും. അത് ഞാൻ സമ്മതിക്കേണ്ടി വരുമെന്നാ പറഞ്ഞത്. അത്രമാത്രം അവർക്ക് സ്പഷ്ടമായിരുന്നു അൽ അമീനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നത് സത്യമാണ് എന്നുള്ളത് അറിയാമായിരുന്നു. എന്ത് വിശ്വസിക്കാതിരുന്നത്? അതെ, കിബറും അസൂയയും നിമിത്തം എന്ത് ചെയ്തു? ഹിദായത്ത് തങ്ങൾ നഷ്ടപ്പെട്ടു. എങ്കിൽ തഖ്വ ഉള്ള അഥവാ ഒരു സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യൻ, നല്ല ഒരു മനസ്സിന്റെ ഉടമയായി മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യുള്ളൂ? ഹിദായത്ത് ലഭിക്കുള്ളൂ. പരിശുദ്ധ ഖുർആൻ പറയാം, സൂറത്ത് ബഖറയിലെ 1-2 ആയത്തുകൾ, അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. എന്താ പറയുന്നത്? ആ ഗ്രന്ഥം സംശയമില്ല, പരിശുദ്ധമായ ഗ്രന്ഥത്തെ പറ്റി അതിൽ ഹുദയുണ്ട്. ആർക്കുള്ളത്? തഖ്വയുള്ളവരായിട്ടുള്ള ആളുകൾക്ക് അതിൽ ഹുദയുണ്ട് എന്നാണ്. തഖ്വയില്ലാതെ നമ്മൾ ഒരുപാട് തവണ, ആയിരക്കണക്കിന് 10,000-കണക്കിന് തവണ നമ്മൾ ഖുർആൻ ഖത്തം തീർത്തിട്ടൊന്നും കാര്യമില്ല. അതിൽ നിന്ന് ഹുദ അങ്ങോട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നേരത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞ ആ തഖ്വ ഉണ്ടല്ലോ, ആ തഖ്വ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? ഖുർആനിൽ നമുക്ക് തഖ്വ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ? ഹുദ നമുക്ക്, സന്മാർക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആനാണ് നമുക്ക് പറഞ്ഞത്. മാത്രമല്ല സഹോദരങ്ങളെ, ഇനി ഞാൻ വേഗത്തിൽ പറയാൻ, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. തഖ്വ ഉണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തഖ്വയോട് കൂടി ജീവിക്കുന്ന വ്യക്തിയോടൊപ്പം അല്ലാഹു ഉണ്ട് എന്നാണ്. ഇഹ്സാനോട് കൂടി ജീവിക്കുന്നവരോടൊപ്പം അല്ലാഹു ഉണ്ട്. എപ്പോഴും നമുക്ക് അല്ലാഹുവിന്റെ ഒരു തണലുണ്ടാവും, അല്ലാഹുവിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകും. അതാണ് തഖ്വയുടെ പ്രത്യേകത. നമ്മുടെ ഇടങ്ങാറുകളിൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ടത്, വല്ലാഹു വലിയുൽ മുത്തഖീൻ. വല്ലാഹു വലിയുൽ മുത്തഖീൻ. മുത്തഖീങ്ങളുടെ വലിയാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ കുട്ടികൾ എത്രമാത്രം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കാം. നമുക്ക് അവരുടെ പ്രയാസങ്ങൾ നമ്മുടെ പ്രയാസമാണ്. അവർക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ എല്ലാത്തിനും നമ്മൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ
നമുക്ക് പറയും എന്ത്, നമ്മുടെ കുട്ടിയുടെ രക്ഷിതാവ് എന്ന് നമ്മളെ പറ്റി പറയാ, രക്ഷിതാവിന്റെ കോലത്തിൽ നമ്മളെ പേരായിരുന്നു. എന്നാൽ മുത്തഖീങ്ങളുടെ വലിയ ആരെന്നറിയോ? അതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അല്ലാഹു വലിയുൽ ലദീന ആമനു, പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറ. മറ്റൊന്ന് വല്ലാഹു വലിയുൽ മുത്തഖീൻ, തഖ്വയുള്ളവരുടെ വലിയ രക്ഷാധികാരി അല്ലാഹു. പിന്നെ എന്താ പേടിക്കാനുള്ളത്? അല്ലാഹുവിനോടൊപ്പം ഉണ്ടാകുന്നുള്ളതാണ്. മറ്റൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ ഇഷ്ടമാണ്. മഹബ്ബത്തുല്ലാഹി തആല ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളായ ആളുകളെ സ്നേഹിക്കുന്നുണ്ട്. അല്ലാഹു ഈ ഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്തുമാറാവട്ടെ. മറ്റൊന്ന് പലപ്പോഴും നമ്മുടെ ഒരു പ്രയാസമാണെന്ത്, എത്ര പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല. ഖുർആൻ ഓതാന്, ഖുർആൻ ഹിഫ്ളാക്കാന്, അതുപോലെ തന്നെ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ ഒരു പ്രയാസമായി തോന്നുന്നുണ്ടോ എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയെ ചേർത്ത് പറഞ്ഞുകൊണ്ടൊരു വിഷയം പറയുന്നുണ്ട്. വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ചു. വയുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹു നിനക്ക് എന്ത് ചെയ്യും? പഠിപ്പിച്ചു തരും. എന്ന് പറഞ്ഞാൽ സങ്കീർണമായി പഠിക്കാൻ പ്രയാസകരമായിട്ടുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്താണ്? നീ അള്ളാഹുവിനെ സൂക്ഷിച്ചോ, നിനക്ക് എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പഠിപ്പിച്ചു തരും. അപ്പോൾ അറിവ് ലഭിക്കണം എന്നുണ്ടെങ്കിലും എന്ത് വേണം? തഖ്വയോട് കൂടി നമ്മൾ ജീവിക്കുന്ന ഒരാൾക്കാണ് കൂടുതൽ കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാനാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ യജ്അൽ ലക്കും ഫുർഖാനാ, അല്ലാഹു നിനക്കൊരു ഫുർഖാൻ ഉണ്ടാക്കി തരുന്നു, സത്യവും അസത്യവും വേർതിരിക്കാൻ. അതാ ഇൽമൻ തുഫർരിഖൂന ബിഹി ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്കും ബാത്തിലും വേർതിരിച്ച് ശരിയായ റൂട്ടിലൂടെ പോകാനുള്ള ഒരു തൗഫീഖ് നമുക്ക് എന്ത് ചെയ്യും? തഖ്വ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലഭിക്കും എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരും. നോക്കൂ നിങ്ങൾ സൂറത്ത് ത്വലാഖ്, അല്ലാഹു പറയാ അസ്സലാമത്തു മിനൽ ഹമ്മ വൽ ഗമ്മ വൽ ഖുർബ്, പ്രയാസങ്ങൾ, ഹമ്മ, ഇനിയിപ്പോ എന്താ ചെയ്യുക, ഇനിയിപ്പോ എന്താ ഞാൻ ചെയ്യുക, മനസ്സിലുണ്ടാകുന്ന അതിയായ ദുഃഖം, ഈ ദുഃഖങ്ങൾക്കെല്ലാം ഉള്ള പരിഹാരമായി അല്ലാഹു പറയാൻ നോക്കും. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അല്ലാഹുവിന് എന്ത് ചെയ്യും? ഒരു പോം വഴി, ഒരു എക്സിറ്റ്, പുറത്തു കിടക്കാൻ, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ, കരകയറാനുള്ള ഒരു വഴി അല്ലാഹു തഖ്വയുള്ളവരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വലാഖിലൂടെ നമുക്ക് പറഞ്ഞുതരും. റിസ്ക്കിന് വേണ്ടിയ സഹോദരങ്ങളെ നമ്മൾ ഓടിയടക്കണേ അല്ലേ? രാവും പകലും നമ്മൾ അധ്വാനിക്കുന്നത്, എക്സ്ട്രാ ടൈം എടുത്തുകൊണ്ട്, ഓവർ ടൈം എടുത്തുകൊണ്ട് നമ്മുടെ റിസ്ക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ റിസ്ക്കിനെ പറ്റി അല്ലാഹു പറഞ്ഞൊരു കാര്യം എന്താ? അല്ലാഹു പറയാ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവന് കണക്കാക്കാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് റിസ്ക് നൽകുന്ന പറഞ്ഞു. തഖ്വയോട് കൂടി നമ്മൾ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാഹു നമ്മെ എന്ത് ചെയ്യില്ല, ഇടങ്ങേറാക്കൂല. നമ്മുടെ റിസ്കിന്റെ കാര്യം, നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൊക്കെ അല്ലാഹു പരിഹാരവുമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. ചില കാര്യങ്ങൾ സങ്കീർണമായിരിക്കും, അത് അല്ലാഹു ലഘുവാക്കി കൊടുക്കും. എന്താ പറയാ? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ അവന്റെ കാര്യങ്ങൾ അല്ലാഹുവിനെ എളുപ്പമാക്കി കൊടുക്കും. മാത്രമല്ല അള്ളാഹുവിനെ ഇങ്ങനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടെങ്കിൽ പഴയ കാലങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള സയ്യിആത്തുകളൊക്കെ അള്ളാഹു മറച്ചു വെക്കും. പഴയ കാലത്ത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തിന്മകളുടെ അനന്തര ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ആ അനന്തര ഫലങ്ങളിൽ നിന്ന് ഒരു മദ്യപാനിയായി കുറേ കാലം ജീവിച്ചിട്ടുണ്ട്, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രയാസങ്ങൾ, പ്രത്യാഘാതങ്ങൾ അയാൾ അനുഭവിക്കേണ്ടി വരും. പലതരത്തിലുള്ള പ്രയാസങ്ങൾ, പലതരത്തിലുള്ള നിന്ദതകൾക്ക് അയാൾ എന്ത് ചെയ്യും? അടിമപ്പെടും. പക്ഷേ അള്ളാഹുവിനെ സൂക്ഷിച്ച് ശിഷ്ടകാലം അവൻ ശരിയാക്കി മുന്നോട്ട് പോകാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ന്യൂനതകളിൽ നിന്നും അപമാനങ്ങളിൽ നിന്നൊക്കെ അല്ലാഹുവിന് സംരക്ഷണം നൽകുമെന്നുള്ളതും തൗബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചുരുക്കത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയുന്ന ഒന്നാണ് തഖ്വ. ആ തഖ്വ നമുക്ക് ആർജിച്ചെടുക്കുവാനുള്ള ഒരു വളരെ വലിയ ഒരു അവസരമാണ് പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ റമദാനിനെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി വരവേൽക്കുക. റബ്ബേ, ആ റമദാനിലേക്ക് എത്താനുള്ള തൗഫീഖ് എനിക്ക് നൽകണേ എന്നും, ആ റമദാനിലെ രാത്രിയും പകലുകളും എനിക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും എനിക്ക് ഒരുക്കി തരണമേ എന്ന ആ ഒരു പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള അവസ്ഥയോട് കൂടിയായിരിക്കണം നമ്മൾ റമദാനിനെ വരവേൽക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാനിൽ ജീവിക്കുവാനും ഇബാദത്തുകളിൽ മുഴുകുവാനും അങ്ങനെ അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് കൈവരിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖ്വാത്ത് ഉസീകും വസാനിൻ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സ്വർഗത്തിനെ തഖ്വയെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു എടുത്തു പറഞ്ഞ ഒരു വിഷയമാണ് ഖാല ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അള്ളാഹു മുത്തഖീങ്ങളിൽ നിന്ന് അമലുകൾ സ്വീകരിക്കുക. നമ്മൾ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ വുളു വേണം. വുളു ശരിയാവണമെങ്കിൽ ഓരോ കാര്യം ഇങ്ങനെ ഓരോന്ന് നമ്മൾ പറയും. ശിർക്കിനെ പറ്റി പറയും, ബിദഅത്തിനെ പറ്റി പറയും. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അമലുകൾ സ്വീകരിക്കൂലെന്ന്. ആ കൂട്ടത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഭാഗമാണെന്ന്. തഖ്വ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കും. തിഹാമ മലയോളം നന്മകൾ ചെയ്യുന്ന ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അത്രമാത്രം വലിയ നന്മകളുമായി പരലോകത്തെത്തും, പക്ഷെ അവർ നരകത്തേക്കാ പോവാന്ന് പറയുന്നിടത്ത് ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് കാണും എന്തേ നബിയെ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയുന്നതാ, നിസ്കാരത്തിൻ്റെ ജമാഅത്തിൽ അവരുണ്ടാവും, നോമ്പിൽ അവരുണ്ടാവും, മറ്റു നന്മകളിലൊക്കെ അവരുണ്ടാവും. പക്ഷേ അള്ളാഹു വിലക്കിയ കാര്യങ്ങളുമായി അവർ തനിച്ചാകുന്ന സമയത്ത് ആ കാര്യങ്ങൾ അവരെന്ത് ചെയ്യും? ആ തിന്മകളിൽ അവർ മുഴുകുന്നവരായി മാറുമെന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഈ ഒരു അവസ്ഥ ജീവിതത്തിലുള്ളത് കൊണ്ട് അവരുടെ മറ്റുള്ള പ്രവർത്തനങ്ങൾ, അമലുകൾ സ്വീകരിക്കപ്പെടാതെ പോകണം. ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ, ഉംറ ചെയ്തിട്ടുണ്ടാവും നമ്മൾ, മറ്റു പലതും ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ തഖ്വയുടെ ആ ഒരു അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എങ്കിൽ നമ്മുടെ അമലുകളൊന്നും തന്നെ സ്വീകരിക്കില്ല. അപ്പം തഖ്വയുള്ളവരിൽ നിന്നേ അല്ലാഹു സുബ്ഹാനഹു വ തആല അമലുകൾ സ്വീകരിക്കുള്ളൂ. അടുത്തത് വസീഖല്ലദീന തഖൗ റബ്ബഹും മിനൽ ജന്നത്തി സുമറ. കൂട്ടമായി സ്വർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നയിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. രണ്ട് സഹോദരങ്ങളെ, സ്വർഗം. സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എഴുന്നേറ്റിട്ട് പറയും, അല്ലാഹുമ്മ അൻതൽ ഹഖ്, അല്ലാഹുവേ നീ സത്യമാണ് കേട്ടോ, വവഅദുക ഹഖ്വൻ, നിന്റെ വാഗ്ദാനം സത്യമാണ് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ, വൽ ജന്നത്തു ഹഖ്വൻ, സ്വർഗം സത്യമാണ്, വന്നാർ, നാറ് അത് സത്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഓരോ രാത്രി നമസ്കാരങ്ങളും ദുആഉൽ ഇഫ്തിതാഹിലൂടെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുണ്ടായിരുന്നു. ചില സന്ദർഭങ്ങളിലെ നബിയുടെ പ്രയോഗങ്ങൾ ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. എന്ന പോലെ നമ്മൾ ഓരോരുത്തരും, ഞാനടക്കമുള്ള ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്? പരലോകത്ത് രണ്ടാലൊരു വിഭാഗം, അതിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ഒരു വിഭാഗം അവിടെ ഉണ്ട്. നരകത്തിലേക്ക് ആനയിക്കപ്പെടുന്ന ആർത്തട്ടഹസിച്ചുകൊണ്ട്, കരഞ്ഞുകൊണ്ട്, മുറവിളി കൊട്ടിക്കൊണ്ട് അതിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഒരു വിഭാഗവും അതിലുണ്ട്. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. എങ്കിൽ ആ ആളുകളിൽ, സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സുമറുകളിൽ, കൂട്ടങ്ങളിൽ ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുന്നത് തഖ്വയുള്ളവരായ ആളുകളാണ്, അവർക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ, നിങ്ങളിൽ ഓരോരുത്തരും അതിന്റെ മുമ്പിൽ വരാതിരിക്കൂല, എല്ലാവരോടും വരും. അത് അല്ലാഹുവിൻ്റെ ഒരു ഖണ്ഡിതമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അവിടെ മുഅ്മിനീങ്ങളും വരും, കാഫിരീങ്ങളും വരും, എല്ലാവരും വരും. പക്ഷേ സുമ്മ നുനജ്ജിൽ ലദീന തഖൂ, എന്നിട്ട് നാം എന്ത് ചെയ്യും? ആ കൂട്ടത്തിൽ നിന്ന് എന്ത് ചെയ്യും? തഖ്വയുള്ളവരായ ആളുകൾ അങ്ങോട്ട് മാറ്റുന്ന പറയും. തഖ്വയുള്ള ആളുകൾ, നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടവരല്ല എന്ന് പറഞ്ഞ് മുത്തഖീകളായ ആളുകളെ ആ വിഭാഗത്തിൽ നിന്ന് അങ്ങോട്ട് മാറ്റും. ആ നരകത്തെ കാട്ടി തന്നതിന് ശേഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് സൂറത്ത് മറിയമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും വലിയ ഒരു വിജയമുള്ളത് ജീവിതത്തിൽ എപ്പോഴും നമ്മൾ തഖ്വ കൈവരിക്കുന്നിടത്താണ് എന്ന ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ വർഷവും നമുക്ക് നോമ്പ് കൊണ്ട് മാത്രമല്ല, പകല് സമയം മുഴുവനും അല്ലാഹുവിന് വേണ്ടി അന്നപാനീയങ്ങളിൽ നിന്ന്, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് മാത്രം അന്നപാനീയങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും, രാത്രി സമയമാകുമ്പോൾ പിന്നീട് എന്ത് ചെയ്യാൻ? പരിശുദ്ധ ഖുർആൻ പാരായണം കേട്ടുകൊണ്ട് ദീർഘമായി നമസ്കരിക്കുവാനും, ദീർഘനേരം അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിലും റുക്കൂഇലുമായി കഴിച്ചു കൂട്ടുവാനും, ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുവാനും, അല്ലാഹു ഒന്നാമത്തെ ആകാശത്തിലേക്ക് ഇറങ്ങി വരുമെന്ന് പറയുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ മലക്കുകളുടെ അനുഗ്രഹത്തിന്റെ പ്രാർത്ഥനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് നമുക്കവിടെ അത്താഴം കഴിച്ചുകൊണ്ട് വീണ്ടും അല്ലാഹുവിലേക്ക് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്ന ആ സാഹിരീങ്ങളിൽ, അഥവാ ആ ഒരു സഹറിന്റെ സമയത്ത്, അത്താഴത്തിന്റെ സമയത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുന്ന ആളുകളെ അല്ലാഹു പ്രത്യേകമായി എടുത്ത് അവരെ അഭിനന്ദിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ ഉൾപ്പെടാനെല്ലാം കഴിയുന്ന അത്യുന്നതമായിട്ടുള്ള ഒരു അവസരമാണ് പരിശുദ്ധ റമദാനിലൂടെ നമുക്ക് വരാനിരിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ബോധവും ചിന്തയും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എവിടേക്ക്
നമ്മുടെ തിരുത്തേണ്ട കാര്യങ്ങളുണ്ടോ, കാര്യങ്ങളൊക്കെ തിരുത്തി വ്യക്തിപരമായി നമ്മൾ ആരോടെങ്കിലും നമുക്ക് എന്തെങ്കിലും പകയോ വിദ്വേഷമോ പിണക്കങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് റമദാനിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല രഹസ്യ പരസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളിൽ നമ്മെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.